ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ ടെക് ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റോക്കറ്റാണ്. ഇങ്ങനെ ഒരു റോക്കറ്റ് വീട്ടിലുണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി. ഒരു സോഡാപ്പൊടി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മതി. നമുക്കത് എങ്ങനെയാണെന്ന് ഇത് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് വിനാഗിരി വേണം, പിന്നെ ഒരു ഷട്ടിൽ കോർക്ക് വേണം, കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ്, പിന്നെ ഒരു സോഡാപ്പൊടി, പിന്നെ ഒന്നോ രണ്ടോ നമുക്ക് ആവശ്യമുള്ള എത്രയെന്ന് വെച്ചാൽ കുറച്ച് കാലി കുപ്പികളും എടുക്കണം. ഇനി അതിലേക്കുള്ള ഫ്യൂവൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ കുറച്ച് സോഡാപ്പൊടി അതിലേക്ക് തട്ടി കൊടുക്കണം. ഇത്തിരി കൂടുതൽ തട്ടി കൊടുക്കണം, എന്നാലും നല്ല പവർ കിട്ടുള്ളൂ. അതിനെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. മടക്കേണ്ട രീതി എന്ന് വെച്ചാൽ ബാക്കൊന്ന് ഇങ്ങനെ മടക്കി സൈഡ് മടക്കണം. അടി ക്ലോസ് ആയിരിക്കണം, മണ്ട ഓപ്പൺ ആയിരിക്കണം. എന്നാലേ ആ ഒരു നനവ് രീതി കവർ കീറി സോഡാപ്പൊടി അതിലേക്ക് ഒന്ന് അത് കെമിക്കൽ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഒരെണ്ണത്തിന് ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് മൂന്നും നമ്മൾ ചെയ്യണം. പിന്നെ ഫ്യൂവലൊക്കെ നിറയ്ക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് വിനാഗിരി എടുത്ത് കുപ്പിയിലോട്ട് ഒഴിക്കണം. ഇത്തിരി കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ഫ്യൂവലിനെ എടുത്ത് മടക്കി അകത്തോട്ട് ഇറക്കേണ്ടതുണ്ട്. ഇറക്കി വെച്ച് നമ്മളൊരു കോർക്ക് എടുത്തില്ല, ആ കോർക്ക് വെച്ച് നല്ല ടൈറ്റായി ഒന്ന് അടയ്ക്കണം. നല്ല പ്രഷർ അതിനകത്ത് ഇരിക്കാൻ വേണ്ടി നല്ല ടൈറ്റ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ അതിൻ്റെ അകത്ത് താഴെ നമുക്ക് വിനാഗിരി നിറച്ച് മണ്ടയിൽ സോഡാപ്പൊടി നിറച്ചിട്ടുണ്ട്, മണ്ട കോർക്ക് വെച്ചു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വിടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് വിടുന്നത് സമത്തിയിട്ട് രണ്ട് കുലുക്ക് കുലിക്കണം. നമ്മളെങ്ങനെ വിടുന്നത് സമത്തിയിട്ട് രണ്ട് കുലുക്ക് കുലിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.